ഇന്ന് നമുക്ക് എടുക്കാൻ പോകുന്ന ടോപ്പിക്കിൽ ഒരു ഹെഡിങ് എന്താ, പെയിൻറ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഗതികൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോണത്. എന്തൊക്കെയാണ് നമ്മൾ പെയിൻറ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? നമുക്ക് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് അത് നമുക്ക് അറിയാവുന്നതാണ്. എന്നാലും നമുക്ക് തിയറിക്കലി എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. പുതിയ ബ്രഷുകൾ 2 മണിക്കൂർ നേരം വെള്ളത്തിൽ മുക്കി വെച്ച് ഉണക്കിയ ശേഷം ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. നമ്മളൊരു പുതിയ ബ്രഷ് ഉപയോഗിക്കുമ്പോൾ അത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യരുതെന്നാണ് പറയുന്നത്. എന്താണ് വേണ്ടത്? 2 മണിക്കൂർ നേരം വെള്ളത്തിൽ മുക്കി വെച്ച് ഉണക്കിയ ശേഷം വേണം നമ്മളത് ഉപയോഗിക്കാനായിട്ട്. പെയിൻറ്റിങ് ചെയ്യുമ്പോൾ ബ്രഷ് ബ്രിസ്റ്റിൽ മൂന്നിലൊന്ന് ഭാഗം പെയിൻറ്റിൽ മുക്കിയെടുക്കണം. ജോലി കഴിഞ്ഞ ഉടനെ മണ്ണെണ്ണയിൽ കഴുകണം. അതായത് നമ്മളിപ്പോൾ നമുക്കറിയാമല്ലേ, പെയിൻറ്റിൻ്റെ അത് ഫുള്ളായിട്ട് നമ്മൾ മുക്കില്ല, അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം അല്ലേ, 1/3 ഭാഗമാണ്, 1/1 ഭാഗം കാൽഭാഗമാണ് നമ്മളതിൽ മുക്കുള്ളൂ. കാൽഭാഗം തുളയ്ക്കാണ് നമ്മളതിൽ മുക്കിയിട്ട് നമ്മൾ പെയിൻ്റ് അടിക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ പോയിൻ്റാണ് അതായത് നമ്മളൊരു പുതിയ ബ്രഷ് മേടിച്ച് കഴിഞ്ഞാൽ ആ ബ്രഷ് ചെയ്യുന്നതിന് മുമ്പ് 2 മണിക്കൂറെങ്കിലും നമ്മളത് എന്ത് ചെയ്യണം? വെള്ളത്തിൽ മുക്കി വെക്കണം. അതിന് ശേഷം അത് നന്നായി ഡ്രൈ ആക്കിയതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? അത് ഉപയോഗിക്കാനായിട്ട്. പിന്നത്തെ പോയിന്റ് എന്താ പറയണത്? റെഡി മിക്സ്ഡ് പെയിൻറ്റുകൾ കണ്ടെയ്നർ തുറന്ന ഉടനെ ഉപയോഗിക്കേണ്ടതാണ്. ഇത് കൂടുതൽ നേരം വായുവിൽ തുറന്നു വെച്ചാൽ ഘടകങ്ങൾ ഉറച്ച് കട്ടിയാവാൻ, അതിലുള്ള ഇൻഗ്രീഡിയൻസുകളൊക്കെ ഉറച്ച് കട്ടിയാവാനുള്ള സാധ്യതയുണ്ട് അല്ലേ. നമ്മൾ റെഡി മിക്സ് ആയിട്ട് മേടിക്കുന്ന പെയിൻറ്റുകളൊക്കെ ഇത് തുറന്നു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ അടച്ചു വയ്ക്കില്ലേ, അത് എന്താണ്ടാവുക? അടച്ചു വെച്ചില്ലെങ്കിൽ അത് കട്ടിയാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. വായുവുമായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ അതിലെ ഇൻഗ്രീഡിയൻസ് എന്തായി മാറുന്നു? ഉറച്ച് കട്ടിയാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത് അപ്പോൾ തന്നെ അത് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ അത് അടച്ചു വയ്ക്കണം. പെയിൻറ്റിങ് 3 കോട്ട് ചെയ്യേണ്ടതാണ്. 3 കോട്ട് ചെയ്യേണ്ടതാണ്. പെയിൻറ്റ് 3 കോട്ട് ചെയ്യേണ്ടതാണ്. നമുക്കറിയാം, പെയിൻറ്റ് നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം ഒരു കോട്ടടിക്കും അല്ലേ. നമ്മുടെ ന്യൂ സർഫസ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു കോട്ടടിക്കും, അതിനുശേഷം രണ്ടാമത്തെ കോട്ട്, അങ്ങനെ 3 കോട്ടായിട്ടാണ് നമ്മൾ പെയിൻറ്റ് അപ്ലൈ ചെയ്യേണ്ടത്. ആദ്യത്തെ കോട്ട് അഥവാ പ്രൈമിങ് കോട്ട്, ഇപ്പോൾ ആദ്യം അടിക്കുന്ന കോട്ടിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രൈമിങ് കോട്ട് എന്നാണ് നമ്മൾ പറയുന്നത്. ആദ്യം അടിക്കുന്ന കോട്ടിനെ നമ്മൾ പ്രൈമിങ് കോട്ട് എന്നാണ് നമ്മൾ പറയുന്നത്. അത് നമ്മൾ ഉപരിതലത്തിന് സംരക്ഷണം നൽകുന്നതോടൊപ്പം പെയിൻറ്റ് പ്രതലത്തിൽ ഒട്ടിപ്പിടിക്കാൻ സഹായകമാവുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രൈമിങ് കോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതെന്താണെന്ന് പറയുന്നത്, നമ്മുടെ ഉപരിതലത്തിന് എന്താ പറയുക, സംരക്ഷണം കൊടുക്കുന്നത് മാത്രമല്ല, നമുക്ക് പെയിൻ്റ് അടിക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു എന്താ പറയുക, കൃത്യമായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നു എന്നാണ് പറയുന്നത്. പിന്നെന്താണ്? രണ്ടാമത്തെ കോട്ട് അഥവാ അണ്ടർ കോട്ട് പ്രതലം പൂർണ്ണമായും ഒരുപോലെ നിരപ്പാക്കുകയും അവസാനത്തെ ഫിനിഷിൽ കോട്ടിന് അടിത്തറ ഉണ്ടാക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ കോട്ട് അടിക്കുമ്പോഴേക്കും എന്താ, ഒരു സർഫസ് ഒരു നല്ലൊരു പ്രതലത്തിലായിട്ട് നല്ല ഒരേപോലെ യൂണിഫോമായിട്ട് വരുന്ന പോലെ നമുക്ക് കിട്ടും രണ്ടാമത്തെ കോട്ട് നമ്മൾ ചെയ്യുമ്പോൾ. അപ്പോൾ പെയിൻറ്റിങ്, അപ്പോൾ ആദ്യത്തെ പോയിന്റിൽ നമ്മൾ എന്താ പറഞ്ഞത്? ബ്രഷ് ചെയ്യണാക്കുമ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിപ്പോൾ ചെയ്യാറുണ്ടോ എന്ന് നമുക്കറിയില്ല. നമ്മൾ പുതിയ ബ്രഷാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 2 മണിക്കൂർ മുമ്പെങ്കിലും വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യണം? ഡ്രൈ ആക്കണം. രണ്ടാമത്തെ പോയിന്റിൽ എന്താണ്? റെഡി മിക്സ്ഡ് പെയിൻ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് അപ്പം തന്നെ നമ്മളത് ഉപയോഗിച്ച് തീർക്കണം, അല്ലെങ്കിൽ അത് വായുവുമായിട്ട് സമ്പർക്കത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല? അതിന് കട്ടയായി പോവും അല്ലേ, പിന്നെ നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. പിന്നെ എന്താ പറയണത്? പെയിൻറ്റിങ് 3 കോട്ട്. മൂന്നാമത്തെ പോയിന്റിൽ പറയണതാണ്, നമ്മൾ പെയിൻ്റ് അടിക്കുമ്പോൾ ഒറ്റയടിക്ക് അങ്ങ് അടിച്ച് തീർക്കല്ല, അത് 3 കോട്ടുകളായിട്ടാണ് നമ്മളത് അപ്ലൈ ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ അടിക്കുന്നതിന് പ്രൈമറി കോട്ട്, പിന്നെ അണ്ടർ കോട്ട് എന്നാണ് പറയുന്നത്, പിന്നെ ലാസ്റ്റാണ് നമ്മുടെ ഫിനിഷിങ് കോട്ടായിട്ട് നമുക്ക് വരുന്നത്. അങ്ങനെ 3 കോട്ടുകളായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ് 4-ാമത്തെ പോയിന്റിൽ എന്താ പറയുന്നത്? സ്പ്രേ പെയിൻറ്റിങ് ബ്രഷ് പെയിൻറ്റിങ്ങിനേക്കാളും മെച്ചപ്പെട്ടതാണ്. പെയിൻറ്റിൻ്റെ അളവും ചെയ്യുന്ന ജോലിയും കുറവായതിനാൽ ലാഭകരവുമാണെന്നാണ് പറയുന്നത്. സ്പ്രേ പെയിൻറ്റിങ് ബ്രഷ് പെയിൻറ്റിങ്ങിനേക്കാളും
കുറച്ചുകൂടെ മെച്ചപ്പെട്ടതാണ്, ലാഭകരവുമാണെന്നാണ് പറയുന്നത്. പിന്നെന്താണ്, പുതിയ തരം പെയിൻറ്റിങ് ചെയ്യുന്നതിന് മുമ്പായി പ്രതലത്തിലെ ചെറിയ അടയാളങ്ങൾ അടച്ചെടുക്കാനുള്ള വസ്തുക്കൾ നമ്മൾ അതിൽ പുരട്ടണം. ഇങ്ങനെ ചെയ്യുന്നതിനെ നോട്ടിങ് എന്ന് പറയുന്നു. 3 രീതിയിൽ നോട്ടിങ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ അടിയിലൊന്ന് നിങ്ങൾ വരച്ചിടണം. നോട്ടിങ് എന്നുള്ള ആ ഒരു വാക്കിൻ്റെ അടിയിൽ. എന്താണ് നോട്ടിങ് എന്ന് പറഞ്ഞാൽ, അതായത് പുതിയ മരം പെയിൻറ്റിങ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രതലത്തിലെ ചെറിയ അടയാളങ്ങൾ, ചെറിയ ഹോൾസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിനെ അടയ്ക്കും അല്ലേ. ആ ചെറിയ അടയാളങ്ങൾ അടച്ചെടുക്കാനുള്ള വസ്തുക്കൾ, അത് ഈ മെഴുക് പോലെയുള്ള സംഭവങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മളത് എന്ത് ചെയ്യും, അടച്ച് എടുക്കും. നമ്മൾ ആ ഹോൾസൊക്കെ അടച്ച് ക്ലീൻ ആക്കിയതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ മുകളിൽ പെയിൻ്റ് അടിക്കണതല്ലേ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളതൊക്കെ എന്താ പറയുക, ക്ലോസ് ചെയ്ത് നല്ല രീതിയിൽ വൃത്തിയാക്കി ഇടണം. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോട്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വുഡിൻ്റെ പ്രതലത്തിലുള്ള, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു വുഡിൻ്റെ അതിൻ്റെ സർഫസിലുള്ള ചെറിയ ചെറിയ ഹോൾസ് സംഭവങ്ങളൊക്കെ നമ്മളെന്ത് ചെയ്യണം, അടയ്ക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മളെന്ത് പറയുന്നത്, നോട്ടിങ് എന്ന് നമ്മൾ പറയുന്നത്. അത് 3 രീതിയിൽ ചെയ്യണം. അപ്പോൾ നോട്ടിങ് എന്താണെന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. എന്താ പറഞ്ഞാൽ നോട്ടിങ് എന്താണെന്ന്, നമ്മുടെ വുഡിൻ്റെ സർഫേസിലുള്ള ആ ഒരു ചെറിയ ചെറിയ ഹോൾസുകളൊക്കെ നമ്മൾ മെഴുകൊക്കെ ഉപയോഗിക്കും. മെഴുക് പോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടാണ് അത് അടയ്ക്കുന്നത്. അതല്ലാതെ ഉണ്ട് മെറ്റീരിയൽസ്. അപ്പോൾ അങ്ങനെ അടയ്ക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ നോട്ടിങ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി നോട്ടിങ് 3 തരത്തിലാണെന്ന് പറഞ്ഞു. നമുക്ക് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. സൈസ് നോട്ടിങ് 2 കോട്ടിംഗ് ആയിട്ട് ചെയ്യണം. ആദ്യ കോട്ട് വെള്ളത്തിൽ അരച്ച റെഡ് ലെഡ് ബലമേറിയ പശയുമായി ചേർത്ത് ചൂടുള്ള നിലയിലും 10 മിനിറ്റിന് ശേഷം രണ്ടാമത്തെ കോട്ട് ഓയിലിൽ അരച്ച റെഡ് ലെഡ് ടർപ്പൻറ്റൈൻ ചേർത്ത് പ്രയോഗിക്കേണ്ടതാണെന്നാണ് പറയുന്നത്. സൈസ് നോട്ടിങ് 3 തരത്തിലുണ്ടെന്ന് പറഞ്ഞു നോട്ടിങ്. അതിലൊന്നാമത്തെയാണ് പറയുന്നത് സൈസ് നോട്ടിങ്. അതായത് 2 കോട്ടിംഗ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സൈസ് കോട്ടിങ് 2 കോട്ടിംഗ് ആയിട്ടാണ് ചെയ്യുന്നത്. ആദ്യ കോട്ട് നമ്മൾ എങ്ങനെ ചേർക്കുന്നത്, ആദ്യത്തെ കോട്ടിൽ നമ്മൾ ചേർക്കുന്നത് റെഡ് ലെഡ്. അതെങ്ങനെയാണ്, ബലമേറിയ, അതായത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പശയുമായിട്ട് ചേർത്ത് എങ്ങനെ ചൂടുള്ള നിലയിലും കുറച്ച് ഹോട്ടായിട്ടാണ് നമ്മളത് എടുക്കുന്നത്. 10 മിനിറ്റിന് ശേഷം രണ്ടാമത്തെ കോട്ട് ഓയിലിൽ അരച്ച റെഡ് ലെഡ് ടർപ്പൻറ്റൈൻ ചേർത്തിട്ട്, അപ്പോൾ ആദ്യം റെഡ് ലെഡ് നമ്മൾ പശ ചേർത്തിട്ടാണ് ഹോട്ടാക്കിയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. രണ്ടാമത്തെ കോട്ടിൽ നമ്മൾ ഈ റെഡ് ലെഡ് ഓയിലിൽ അരച്ച് ടർപ്പൻറ്റൈനുമായിട്ട് ചേർത്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ സൈസ് നോട്ടിങ്ങിൽ 2 രീതിയിലാണ്, 2 കോട്ടായിട്ടാണ് നമ്മൾ സൈസ് നോട്ട് നമ്മൾ ചെയ്യുന്നത്. അതിൽ ഒന്നാമത് റെഡ് ലെഡിനെ അവർ എന്ത് ചെയ്യുന്ന, പശയിലാണ് മിക്സ് ചെയ്യുന്നത് അല്ലേ. ആദ്യത്തേൽ പശയിലാണ് മിക്സ് ചെയ്യുന്നത്. രണ്ടാമത്തേൽ എന്തിലാണ്, ടർപ്പൻറ്റൈനിലാണ് മിക്സ് ചെയ്ത് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 രീതിയിൽ ഏതൊക്കെയാണ്, ഒന്നാമത്തെ റെഡ് ലെഡിനെ ആദ്യം നമ്മൾ പശ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള പശനെ ചൂടുള്ള ഹോട്ടായിട്ടുള്ളൊരു അവസ്ഥയിലും, രണ്ടാമത്തേത് നമ്മൾ ഓയിലിൽ അരച്ച റെഡ് ലെഡ് ടർപ്പൻറ്റൈനുമായിട്ട് ചേർത്തിട്ടാണ്. ഇങ്ങനെ 2 രീതിയിലാണ് നമ്മൾ സൈസ് നോട്ടിങ് നമ്മൾ ചെയ്യുന്നത്. ഇനി അടുത്തതാണ് പറയുന്നത് പാറ്റൻ്റ് നോട്ടിങ് ആണ് പറയുന്നത്. അപ്പോൾ നോട്ടിങ് 3 തരത്തിലെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെയാണ് സൈസ് നോട്ടിങ്, രണ്ടാമത്തെയാണ് പാറ്റൻ്റ് നോട്ടിങ്. പാറ്റൻ്റ് നോട്ടിങ്ങും കോട്ടിംഗ് ആയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. 2 കോട്ടും മെഥിലേറ്റഡ് സ്പിരിറ്റിലോ നാഫ്തയിലോ, മെഥിലേറ്റഡ് സ്പിരിറ്റ് ഓർ നാഫ്ത, ഷെല്ലാക്ക് ലയിപ്പിച്ച് വാർണിഷ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ മെഴു പോലെയുള്ള ഒരു സംഭവം. അപ്പോൾ പാറ്റൻ്റ് നോട്ടിങ്ങിൽ നമ്മളെങ്ങനെയാണ് ചെയ്യണമെന്ന് പറഞ്ഞത്, 2 കോട്ടായിട്ട്, നേരത്തെ ചെയ്ത പോലെ തന്നെ 2 കോട്ടായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അതിൽ നമ്മൾ 2 കോട്ടും മെഥിലേറ്റഡ് സ്പിരിറ്റിലോ നാഫ്തയിലോ നമ്മൾ ഈ ഷെല്ലാക്ക് ലയിപ്പിച്ചിട്ട്, ഈ മെഴു പോലുള്ള സംഭവം നമ്മൾ ലയിപ്പിച്ച് വാർണിഷ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്. അടുത്തതാണ് ലൈം നോട്ടിങ്. അപ്പോൾ സൈസ് നോട്ടിങ്, പാറ്റൻ്റ് നോട്ടിങ്, മൂന്നാമത്തെയാണ് പറയുന്നത് ലൈം
നോട്ടിങ്. ചൂടുള്ള ലൈം പുരട്ടി 24 മണിക്കൂറിന് ശേഷം ഉപരിതലം ഉരച്ച് സൈസ് നോട്ടിങ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എന്താണ് പറയണത്? ചൂടുള്ള ലൈം പുരട്ടിയിട്ട് ലൈം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എന്താണ് ലൈം എന്നുള്ളത്. നമ്മൾ പഠിച്ചതാണ് ലൈമിൻ്റെ ചാപ്റ്ററിൽ എന്താണ് ലൈം എന്നുള്ളത്. നമ്മൾ ലൈം സ്റ്റോണിൻ്റെ അല്ല ലൈം എന്ന് പറയുന്നത്. എന്തിനാണ് പറയുന്നത്? അതിനെ ചൂടാക്കി കിട്ടുന്ന പ്രൊഡക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലൈം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ലൈം ചൂടുള്ള ലൈം പുരട്ടി 24 മണിക്കൂറിന് ശേഷം ഉപരിതലം ഉരച്ച് സൈസ് നോട്ടിങ് ചെയ്യുന്നതാണ് പറയുന്നത്. ആദ്യം നമ്മൾ ഇതിൻ്റെ ഈ സംഭവം അതിൽ ലൈം ഇടുന്നു. അതിന് ശേഷം ആ ലൈം ഇട്ട് അത് കറക്റ്റായിട്ട് ആ സർഫസിനോട് ചേരുന്ന രീതി നമ്മൾ ഈ സാൻഡ് പേപ്പറൊക്കെ വെച്ച് ഉരച്ചിട്ട് അതിനെ ഒരേ ലെവലിൽ സർഫസ് നല്ല ഒരേ ലെവലിൽ കൊണ്ടുപോരുന്ന പോലെ അതുപോലെ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? ക്ലീനായിട്ട് അതിനെ സെറ്റാക്കണം. അപ്പോൾ ഇങ്ങനെ 3 രീതിയിലാണ് നമ്മൾ നോട്ടിങ് ചെയ്യുന്നത്. അപ്പം നോട്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇത്രയേ ഉള്ളൂ വുഡിൻ്റെ സർഫസിലുള്ള. അതായത് നമ്മളിപ്പോൾ പലകളൊക്കെ അറുത്തെടുത്ത് ഇപ്പോൾ സീസണിങ് ഒക്കെ നടത്തിയിരിക്കുകയാണ് അല്ലേ, നടത്തിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ആ ചെയ്യുന്ന സമയത്ത് അതിലുണ്ടാകുന്ന ഹോൾസുകൾ, കാര്യങ്ങൾ, ക്രാക്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ആക്കിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്? ഇതിൽ പെയിൻറ്റ് നമുക്ക് അടിക്കാനായിട്ട്. ഇപ്പോൾ വാർണിഷ് ആയാലും പെയിൻ്റ് ആയാലും ഇത് നമുക്കിതൊക്കെ അടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഈ ഹോൾസൊക്കെ അടയ്ക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നോട്ടിങ് എന്ന് പറയുന്നത്. ആ നോട്ടിങ് 3 രീതിയിലുണ്ട്. ഏതൊക്കെയാണ് പറഞ്ഞപ്പോൾ നമ്മളോട്? സൈസ് നോട്ടിങ്, പാറ്റൻറ്റ് നോട്ടിങ്, അതുപോലെ തന്നെ ലൈം നോട്ടിങ്. അതിൽ സൈസ് നോട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞു റെഡ് ലെഡാണ് നമ്മളതിൽ ഉപയോഗിക്കുന്നത് അല്ലേ. 2 കോട്ടായിട്ട് റെഡ് ലെഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ ആദ്യത്തെ കോട്ടിൽ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു? കട്ടിയുള്ള പശ ചേർത്തിട്ട് അതിലാണ് നമ്മൾ ആദ്യത്തെ ചോട്ട് നമ്മൾ കൊടുക്കുന്നത്. അത് എങ്ങനെ? ഒരു ചെറിയ ചൂടാക്കിയിട്ട് അല്ലേ, ഹോട്ടായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? അതിൽ നമ്മൾ ഓയിൽ ചേർത്ത് അരച്ചിട്ട് നമ്മളത് എന്തിൻ്റെ കൂടെ? ടർപ്പൻറ്റൈൻ ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ രണ്ടാമത്തെ കോട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതാണ് സൈസ് നോട്ടിങ്. രണ്ടാമത്തെ നോട്ടിങ് എന്തായിരുന്നു? നമ്മുടെ പാറ്റൻറ്റ് നോട്ടിങ് ആണ്. അപ്പോൾ അതിൽ പറഞ്ഞു മെതിലേറ്റഡ് സ്പിരിറ്റിലോ അല്ലെങ്കിൽ നമ്മൾ നാഫ്തയിലോ ഷെല്ലാക്ക് പോലുള്ള മെഴു പോലെയുള്ള സംഭവങ്ങൾ വാർണിഷിട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പാറ്റൻറ്റ് നോട്ടിങ് നമ്മൾ ചെയ്യുന്നത്. മൂന്നാമത്തെ പറഞ്ഞതാണ് ലൈം. അതിൽ നമ്മൾ ചൂടുള്ള ലൈം പുരട്ടി 24 മണിക്കൂർ വെച്ചതിന് ശേഷം ആ ഉപരിതലം ഉരച്ച് സൈസ് നോട്ടിങ് നമ്മൾ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇനി ആദ്യ കോട്ട് പെയിൻറ്റ് ചെയ്ത ശേഷം ഉപരിതലം പരുപരുത്ത പേപ്പർ ഉപയോഗിച്ച്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് നമ്മൾ വൃത്തിയാക്കുന്നതിനെ, അതിനെ ആ ഒരേ ബോർഡും നമ്മുടെ വുഡിൻ്റെ സർഫസ് ഒരേപോലെ ആക്കുന്നതിനെ സ്റ്റോപ്പിംഗ് എന്ന് പറയുന്നു. അതിൻ്റെ അടിയിലും ഒന്ന് വരച്ചിട്ടേക്കുക. നോട്ടിങ് എന്താണ്, സ്റ്റോപ്പിംഗ് എന്താണെന്നൊക്കെ നമ്മൾ, കാരണം എന്താ വെച്ചാൽ ഇനി ഇതിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ പറയുന്ന സമയത്ത് സ്റ്റോപ്പിംഗ് നോട്ടിങ് എന്നൊക്കെയാണ് നമ്മൾ പറയുള്ളൂ. അതായത് നോട്ടിങ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്താണ്? ഹോൾസൊക്കെ അടയ്ക്കുന്ന ഒരു പ്രോസസ്സാണെന്ന്. ഇനി സ്റ്റോപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? എന്തിനാണ് നമ്മൾ സ്റ്റോപ്പിംഗ് എന്ന് പറയുന്നത്? അതായത് നമ്മൾ ഇത് ചെയ്ത ശേഷം, അതായത് ആദ്യ കോട്ട് ചെയ്ത ശേഷം 2 കോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലേ നോട്ടിങ്ങിൽ. അപ്പോൾ ആദ്യ കോട്ട് ചെയ്തതിന് ശേഷം ഉപരിതലം നമ്മൾ എന്ത് ചെയ്യും? ഒരു പരുപരുത്ത പേപ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് സാൻഡ് പേപ്പറിനെയാണ്. ഈ സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെ നല്ല രീതിയിൽ ഉരച്ച് വൃത്തിയാക്കും. ഈ വൃത്തിയാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റോപ്പിംഗ് എന്ന് നമ്മൾ പറയുന്നത്. സ്റ്റോപ്പിംഗ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെറുദ്വാരങ്ങളും മറ്റും പുട്ടി ഉപയോഗിച്ച് അടയ്ക്കേണ്ടതാണെന്ന് പറയുന്നത്. അതായത് ഈ പ്രതലത്തിൽ കാണുന്ന ചെറിയ ചെറിയ ഹോളുകളും മറ്റും നമ്മൾ പുട്ടി ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്? അടയ്ക്കേണ്ടതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ പ്രതലത്തിനെ ഒരേ രീതിയിലാക്കുന്ന ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? അതായത് നോട്ടിങ് കഴിഞ്ഞ് കിടക്കുന്ന ആ സർഫസിനെ ഒരേ രീതിയിലാക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോപ്പിംഗ് എന്താണ്, നോട്ടിങ് എന്താണെന്നുള്ളത് ഒന്ന് അടിയിൽ നോട്ട് ചെയ്ത് വച്ചേക്കുക. പഴയ മരം പെയിൻറ്റിങ് ചെയ്യുന്നതിന് ആദ്യം ചെയ്ത പെയിൻറ്റിങ് തകരാറ് വന്നിട്ടുണ്ടെങ്കിൽ നീക്കം ചെയ്യേണ്ടതാണ്. പഴയ മരം പെയിൻറ്റിങ് ചെയ്യുന്നതിന് ആദ്യം ചെയ്ത പെയിൻറ്റിങ് തകരാറ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്? അത് നീക്കം ചെയ്യേണ്ടതാണ്. അതുണ്ടെങ്കിൽ അതൊക്കെ ഉരച്ച് നമ്മളത് ഫുള്ളായിട്ട് കളയേണ്ടതാണെന്ന്.
ഇതിനായിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ പറഞ്ഞ സാൻഡ് പേപ്പർ ഇട്ട് ഉരയ്ക്കുകയോ അതിനുശേഷം താഴെ പറയുന്ന ഏതെങ്കിലും പെയിൻറ് സോൾവെൻറ്റുകൾ ഉപയോഗിച്ചിട്ട് കഴുകുകയും ചെയ്യണമെന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ ഒരു വട്ടം പെയിൻറ് അടിച്ചിട്ടുള്ള ഒരു വസ്തുവാണെന്നുണ്ടെങ്കിൽ രണ്ടാം വട്ടം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് കൃത്യമായിട്ട് ആദ്യത്തെ ചെയ്ത പെയിൻറ്റിങ് കൃത്യമായിട്ട് നമ്മൾ അതിനെ റിമൂവ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ സാൻഡ് പേപ്പർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ താഴെ പറയുന്ന ഏതെങ്കിലും സോൾവെൻറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് വാഷ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് ആ സോൾവെൻറ്റുകൾ എന്ന് പറയുന്നുണ്ട്. 1 ലിറ്റർ വെള്ളത്തിൽ 2 ന്യൂട്ടൺ കാസ്റ്റിക് സോഡ ചേർത്തിട്ട് നമുക്കത് ചെയ്യാമെന്നാണ് പറയുന്നത്. പിന്നെ വേണത് 1 ഭാഗം സോഫ്റ്റ് സോപ്പും 2 ഭാഗം പൊട്ടാഷ്യം ചേർത്ത ശേഷം അതിൽ 1 ഭാഗം ക്വിക്ക്ലൈം ചേർത്തിട്ട് നമുക്കത് ചൂടാക്കി പ്രതലത്തിൽ പുരട്ടി 24 മണിക്കൂർ ശേഷം കഴുകാനാണ് പറയുന്നത്. അപ്പോൾ ആ പഴയ പെയിൻ്റൊക്കെ പോകുന്നു. പിന്നെ പറയുന്നതാണ് തുല്യ അളവിൽ വാഷിംഗ് സോഡയും ക്വിക്ക്ലൈമും എടുത്ത് ജലം ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കി അതിൻ്റെ സർഫസിൽ പുരട്ടി വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂറിന് ശേഷം കഴുകിയാൽ എന്ത് പോവും, ഈ പഴയ പെയിൻറ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോയിട്ട് നമുക്ക് അത് നല്ല വൃത്തിയായിട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. അതായത് പഴയ പെയിൻറ് കളയാനായിട്ട് ഒന്നുകിൽ നമുക്ക് സാൻഡ് പേപ്പർ വെച്ച് ഉരയ്ക്കാം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഏതെങ്കിലും സോൾവെൻറ്റുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ പ്രതലം നമുക്ക് വൃത്തിയായിട്ട് എടുക്കാനായിട്ട് പറ്റും. അടുത്തത് പറയുന്നതാണ് എന്ത്, പുതിയ ഇരുമ്പ് അല്ലെങ്കിൽ സ്റ്റീൽ ഭാഗങ്ങളിൽ പെയിൻറ്റിങ് ചെയ്യുന്നതിന് മുമ്പായി വയർ ബ്രഷ് അല്ലെങ്കിൽ സ്ക്രാപ്പർ ഉപയോഗിച്ച് തുരുമ്പ്, ഗ്രീസ്, അഴുക്ക് ഇവയെല്ലാം നീക്കം ചെയ്യണമെന്ന്. ഇനിയിപ്പോൾ പുതിയ ഇരുമ്പ്, പുതിയ സ്റ്റീൽ വർക്കിലാണെന്നുണ്ടെങ്കിൽ കേട്ടോ, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പുതിയ സ്റ്റീൽ വർക്കിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, പുതിയ ഇരുമ്പ് അല്ലെങ്കിൽ സ്റ്റീൽ ഭാഗങ്ങളിൽ പെയിൻറ്റിങ് ചെയ്യുന്നതിന് മുമ്പായിട്ട് വയർ ബ്രഷ് അല്ലെങ്കിൽ സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട്, അത് അറിയാലോ നമുക്ക്, എന്താ പറയുക, വയർ പോലത്തെ അത് ക്ലീൻ ചെയ്യാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്ക്രാപ്പർ ഉപയോഗിച്ച് തുരുമ്പ്, ഗ്രീസ്, അഴുക്ക് ഇവയെല്ലാം നീക്കം ചെയ്തിരിക്കണം. തുരുമ്പ് നീക്കം ചെയ്യാൻ ജലത്തിൽ കാസ്റ്റിക് സോഡ അല്ലെങ്കിൽ ലൈം ലയിപ്പിച്ചിട്ട് നമുക്ക് തുരുമ്പ് നീക്കം ചെയ്യാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. അതിനുശേഷം നേരിയ തോതിൽ ഫോസ്ഫറിക് ആസിഡ് പുരട്ടിയാൽ തുരുമ്പിനെ തടയുകയും പെയിൻറ് ശരിയായി ഒട്ടിച്ചേരുകയും ചെയ്യുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പെയിൻറ് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പുതിയ സ്റ്റീൽ വർക്കിൽ ഒരു ഇരുമ്പ് അയേണിൻ്റെ മുകളിലോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ മുകളിലോ നമുക്ക് എന്ത് ചെയ്യുകയാണെങ്കിൽ പെയിൻറ്റിങ് അടിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അതിൽ തുരുമ്പോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം, ഗ്രീസ് അങ്ങനെ എന്തൊക്കെ ഉണ്ടെങ്കിൽ അത് അഴുക്കുകളൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് നമ്മളതിൽ എന്ത് ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടത്. അത് തുരുമ്പൊക്കെ കളയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്, ജലത്തിൽ കാസ്റ്റിക് സോഡ അല്ലെങ്കിൽ ലൈം ലയിപ്പിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. അതിനുശേഷം നേരിയ തോതിൽ ഫോസ്ഫറിക് ആസിഡ് പുരട്ടിക്കഴിഞ്ഞാൽ തുരുമ്പിനെ തടയുകയും പെയിൻറ് ശരിയായിട്ട് ഒട്ടിച്ചേരുകയും ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ തുരുമ്പിനെ തടയാൻ വേണ്ടി എന്തുകൊണ്ട് ഫോസ്ഫറിക് ആസിഡ് പുരട്ടിയാൽ തുരുമ്പിനെ തടയുകയും പെയിൻറ് ശരിയായിട്ട് ഒട്ടിച്ചേരുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ മുകളിൽ പെയിൻ്റ് അടിക്കാം, പിന്നെ അതിന് എന്ത് പറ്റില്ല, ഡിഫക്റ്റുകളൊന്നും വരില്ല എന്നാണ് പറയുന്നത്. ആ പോയിൻ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. പുതിയ അയണിൻ്റെ മുകളിൽ അല്ലെങ്കിൽ പുതിയ സ്റ്റീലിൻ്റെ മുകളിൽ നമ്മൾ പെയിൻറ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത്. ഇനി പഴയ ഇരുമ്പ് അല്ലെങ്കിൽ സ്റ്റീൽ ഭാഗങ്ങളിൽ പെയിൻറ് ചെയ്യുന്നതിന് ആദ്യം സോപ്പ് വെള്ളം ഉപയോഗിച്ചും രണ്ടാമതായി ലൈമും ജലവും ഉപയോഗിച്ചും കഴുകേണ്ടതാണ്. പഴയ പെയിൻറ് നീക്കം ചെയ്യാൻ ബ്ലോ ലാമ്പ് ഉപയോഗിച്ച് കരിച്ചു കളഞ്ഞ ശേഷം ചുരണ്ടുകയോ പെയിൻറ് സോൾവെൻറ്റ് ഉപയോഗിക്കുകയോ ചെയ്യണം. ഇനി പെയിൻറ്റിങ് ചെയ്യാം. ഇനിയിപ്പോൾ പഴയ ഇരുമ്പിലാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, ഈ സ്റ്റീൽ ഭാഗങ്ങളിൽ പെയിൻറ്റിങ് ചെയ്യുന്നതിന് ആദ്യം നമ്മളതൊരു സോപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യും. അതിനുശേഷം രണ്ടാമതായിട്ട് നമ്മൾ ലൈമും ജലവും ഉപയോഗിച്ചിട്ട് നമ്മൾ വാഷ് ചെയ്യും എന്നാണ്. ആദ്യം അത് ചെയ്യണം. അതിനുശേഷം പഴയ പെയിൻറ് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലോ ലാമ്പ് ഉപയോഗിച്ച് അത് കരിച്ച് കളഞ്ഞ ശേഷം ചുരണ്ടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സോൾവെൻ്റൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെ റിമൂവ് ചെയ്യേണ്ടതാണ്. റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യണ്ടോ, അതിപ്പോൾ വുഡിൻ്റെ സർഫസ് ആയാലും അയണിൻ്റെ ഈ സ്റ്റീലിൻ്റെ സർഫസ് ആയാലും പഴയ പെയിൻറ്റിൻ്റെ അവശിഷ്ടങ്ങളുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തതിന് ശേഷമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പുതിയ പെയിൻറ് നമ്മൾ അടിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ. ആ ഒരു പോയിൻ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം.
ഗാൽവനൈസ്ഡ് അയണിൽ പെയിൻറ് ഒട്ടിപ്പിടിക്കാൻ പ്രയാസമാണ്. പുതിയ ഭാഗം പെയിൻറ് ചെയ്യാനായി താഴെ പറയുന്ന എന്തെങ്കിലും പുരട്ടേണ്ടതാണ്. അതായത് ഇപ്പോൾ ഗാൽവനൈസ്ഡ് അയണിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൽ ഇത് പിടിക്കാനായിട്ട് പെയിൻറ് പിടിക്കാൻ ഇത്തിരി പ്രയാസമാണെന്നാണ് പറയണത്. അപ്പോൾ പുതിയ ഭാഗം പെയിൻറ് ചെയ്യാനായിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും അതിൽ ആഡ് ചെയ്യണം എന്നാണ് പറയുന്നത്, പുരട്ടേണ്ടതാണെന്ന് പറഞ്ഞത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ പറഞ്ഞിട്ട് കോപ്പർ അസിറ്റേറ്റ് 1 ലിറ്റർ ജലത്തിൽ ചേർത്ത് ആ ജലത്തിൽ ചേർത്തുള്ള ലായനി, അതുപോലെ തന്നെ മുറിയാറ്റിക് ആസിഡും കോപ്പർ ക്ലോറൈഡും കോപ്പർ നൈട്രേറ്റും അമോണിയ 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത ലായനി. ഇതൊക്കെയാണ് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് പറയണത്. ഒരു പുതിയ അയണിൻ്റെ ഗാൽവനൈസ്ഡ് അയണിലൊക്കെ നമ്മൾ അതിൽ പെയിൻറ് പിടിക്കാൻ കുറച്ച് പാടായിരിക്കും, ഇങ്ങനെ ഒരു എണ്ണമയുള്ള പോലെ നിൽക്കുക. അപ്പോൾ അത് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള എന്താ പറയുക, പുതിയ ഇത്തരത്തിലുള്ള എന്തെങ്കിലും കെമിക്കൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ പെയിൻറ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും എന്ന് പറയുന്നത്. മൺപാത്രത്തിലോ ഗ്ലാസ് പാത്രത്തിലോ ലായനി എടുത്ത് ഗാൽവനൈസ്ഡ് അയണിൽ 12 മണിക്കൂർ പുരട്ടി വെച്ച് കറുപ്പ് നിറമായാൽ നമുക്കത് പെയിൻറ് ചെയ്യാമെന്ന് പറയണം. അതായത് മൺപാത്രത്തിലോ ഗ്ലാസ് പാത്രത്തിലോ ലായനി എടുത്ത് ഗാൽവനൈസ്ഡ് അയണിൽ 12 മണിക്കൂർ നേരമാണ് നമ്മൾ പുരട്ടി വെക്കേണ്ടത്. അപ്പോൾ നമുക്കതിനെന്താവും, കറുപ്പ് നിറമായി വരും. അപ്പോൾ നിറമായി അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിൽ പെയിൻ്റ് അടിക്കാം എന്നാണ് പറയുന്നത്. മറ്റു ലോഹങ്ങൾ പെയിൻറ് ചെയ്യുമ്പോൾ ഉപരിതലത്തിലെ ഗ്രീസും അഴുക്കും നന്നായിട്ട് നീക്കം ചെയ്യാം. നമുക്കറിയാം ഈ ഗ്രീസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എണ്ണമയം പോലെയുള്ളൊരു സംഭവമാണല്ലേ. അതിലൊന്നും പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അത് നിൽക്കില്ല. അപ്പോൾ മറ്റു ലോഹങ്ങൾ പെയിൻറ് ചെയ്യുമ്പോൾ ഉപരിതലത്തിലെ ഗ്രീസും അഴുക്കും നന്നായിട്ട് നീക്കം ചെയ്യേണ്ടതാണ്. അലുമിനിയത്തിന് പ്രൈമിംഗ് ആയിട്ട് സിങ്ക് ക്രോമേറ്റും സിങ്കിന് പ്രൈമിംഗ് ആയി സിങ്ക് ഓക്സൈഡും നമ്മൾ ഉപയോഗിക്കണം. പ്രൈം കോട്ടായിട്ട് നമ്മൾ കൊടുക്കേണ്ടതാണ് പറയുന്നത്. അലുമിനിയത്തിനാണെങ്കിൽ നമ്മൾ എന്താണ്, സിങ്ക് ക്രോമേറ്റും സിങ്ക് പ്രൈമിങ്ങിനായിട്ടാണെങ്കിൽ സിങ്ക് ഓക്സൈഡും നമ്മൾ ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. സിമൻറ്റ് തേച്ച ഭാഗം നന്നായി ഉണങ്ങിയ ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പെയിൻറ് ചെയ്യാനായിട്ട് പാടുള്ളൂ. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ പെയിൻറ് ചെയ്യാൻ പാടുള്ളൂ. പെട്ടെന്ന് ഉണങ്ങാനായി ചിലപ്പോൾ കൃത്രിമ മാർഗങ്ങൾ സ്വീകരിക്കാറുണ്ട്. ഓയിലിൽ ബേസ്ഡ് പെയിൻറ്റോ ഡിസ്റ്റംബറോ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആൽക്കലി ബേസ്ഡ് പ്രൈമർ പെയിൻറ് തേക്കണം. സിമൻറ്റ് പെയിൻറ്, എമൽഷൻ പെയിൻറ്, ഓയിൽ പെയിൻറ്, സിലിക്കേറ്റ് പെയിൻറ് ഇവയാണ് സിമൻറ്റ് തേച്ച പ്രതലത്തിൽ ഏറ്റവും ഉചിതമായത് എന്നാണ് പറയുന്നത്. എന്താണ് പറഞ്ഞത്, സിമൻറ്റ് തേച്ച ഭാഗം ഒരു പ്ലാസ്റ്ററിങ് കഴിഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആണെങ്കിൽ അവിടെ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മളോട് പെയിൻറ് അപ്ലൈ ചെയ്യാനാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഇത് പെട്ടെന്ന് ഉണങ്ങാനായിട്ട് എന്തെങ്കിലും ആർട്ടിഫിഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഒരു മാർഗ്ഗങ്ങൾ നമ്മൾ ചെയ്യാറുണ്ടെന്ന് പറയുന്നു. ഇനി ഓയിൽ ബേസ്ഡ് പെയിൻറ്റോ ഡിസ്റ്റംബറോ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആൽക്കലി ബേസ്ഡ് പ്രൈമർ പെയിൻറ് നമ്മൾ തേക്കണം എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ അതിൽ കൊടുക്കുന്നത് ഇപ്പോൾ ഒരു ഡിസ്റ്റംബറോ അങ്ങനെ അല്ലെങ്കിൽ എന്താ പറയുക ഓയിൽ ബേസ്ഡ് പെയിൻ്റൊക്കെയാണ് നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിന് മുമ്പായിട്ട് ഒരു ആൽക്കലി ബേസ്ഡ് പെയിൻറ് നമ്മൾ അതിൽ അടിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. ഒരു സിമൻറ്റ് പ്രതലത്തിൽ, അതായത് ഒരു പ്ലാസ്റ്ററിങ് നടത്തിയിട്ടുള്ള സർഫസിൽ അനുയോജ്യമായിട്ടുള്ള പെയിൻറ്റുകൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. സിമൻറ്റ് പെയിൻറ്, എമൽഷൻ പെയിൻറ്, ഓയിൽ പെയിൻറ്, സിലിക്കേറ്റ് പെയിൻറ് ഇതൊക്കെ ഒരു പ്ലാസ്റ്ററിങ് നടത്തിയിട്ടുള്ള ഒരു സർഫസിൽ ഏറ്റവും അനുയോജ്യമാണ്. പിന്നെന്താ പറയണത്, കോൺക്രീറ്റ് പ്രതലത്തിൽ ഏറ്റവും പറ്റിയത് ജലവുമായി ചേർക്കുന്ന പൗഡറുകളാണ്. 2-3 മണിക്കൂർ കൊണ്ട് ഉണങ്ങും. 24 മണിക്കൂർ ഇടവിട്ട് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കോട്ടുകൾ നമ്മൾ അടിച്ചു കൊടുക്കണം. അത് 2 മണിക്കൂർ എത്ര മണിക്കൂർ പറഞ്ഞാൽ കോൺക്രീറ്റ് പ്രതലത്തിന് ശേഷം പറ്റിയ ജലവുമായി ചേർക്കുന്ന പൗഡറുകളാണ്. 2-3 മണിക്കൂർ കൊണ്ട് ഉണങ്ങാനും 24 മണിക്കൂർ ഇടവിട്ട് 2 കോട്ടുകൾ 24 മണിക്കൂർ ഇടവിട്ടിട്ടാണ് നമ്മൾ 2 കോട്ടുകൾ ചെയ്തു കൊടുക്കേണ്ടത്. ചെയ്ത ഭാഗം നന്നായി നനയ്ക്കുന്നതും നല്ലതാണെന്നാണ് പറയുന്നത്. അതായത് കോൺക്രീറ്റ് പ്രതലത്തിൽ ഏറ്റവും പറ്റിയത്, നേരത്തെ നമ്മൾ പ്ലാസ്റ്ററിങ്ങിൻ്റെ പ്രതലത്തിലാണ് പറഞ്ഞത് കേട്ടോ. പ്ലാസ്റ്ററിങ്ങിൻ്റെ പ്രതലത്തിൽ ഏതൊക്കെ പെയിൻറ്റാണ് പറഞ്ഞത്, സിമൻറ്റ് പെയിൻറ്റ്, എമൽഷൻ പെയിൻറ്റ്, ഓയിൽ പെയിൻറ്റ്, സിലിക്കേറ്റ് പെയിൻറ്റൊക്കെയാണ്. എന്നാൽ ഒരു കോൺക്രീറ്റ് പ്രതലത്തിൽ ഏറ്റവും പറ്റിയത് ജലവുമായി ചേർക്കുന്ന പൗഡറുകളാണ് നല്ലതെന്നാണ് പറയുന്നത്. 2-3 മണിക്കൂർ കൊണ്ട് അത് ഉണങ്ങും. അതുപോലെ തന്നെ 24 മണിക്കൂർ ഇടവിട്ടിട്ട് ഇപ്പോൾ ഒരു കോട്ട് അടിച്ചിട്ട് നെക്സ്റ്റ് ദിവസമാണ് നമ്മൾ രണ്ടാമത്തെ കോട്ടുകൾ നമ്മൾ
ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇത് നനച്ചു കൊടുക്കുന്നതും നല്ലതാണെന്നാണ് പറയുന്നത്. നിലത്ത് തേക്കുന്ന പെയിൻറ്റുകൾ പെട്ടെന്ന് ഉണങ്ങുന്നതും ഉരസുമ്പോൾ തകരാറ് വരാത്തതും ആൽക്കലിയും ഈർപ്പവും ബാധിക്കാത്തതും ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പം നിലത്ത് തേക്കുന്ന പെയിൻറ്റ് പെട്ടെന്ന് ഉണങ്ങണം. അതുപോലെ തന്നെ നിലത്ത് നമ്മൾ ബ്രഷ് വെച്ചിട്ട് അതിനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവരുത്, അതിന് വേറെ അതൊന്നും ഉണ്ടാവാനായിട്ട് ഡിഫക്റ്റ് ഒന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ആൽക്കലിയും ഈർപ്പവും ബാധിക്കാത്തതായിരിക്കണം. മോയ്സ്ചർ ഉണ്ടാവാൻ പാടില്ല, ആൽക്കലി കണ്ടൻ്റ് ഒന്നും ഇതിനെ ബാധിക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 13 കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഒരു പെയിൻറ്റിങ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഒരു 13 പോയിൻ്റ് ആയിട്ടാണ്. അപ്പോൾ ഇതിലെ പല കാര്യങ്ങളും നമുക്ക് അറിയുന്ന കാര്യങ്ങളുണ്ടായിരിക്കും, ചിലപ്പോൾ ഇതിൽ അറിയാത്ത കാര്യങ്ങളുണ്ടാകും. എന്തായാലും നിങ്ങൾ ഇതിൻ്റെ നോട്ടുകളൊന്ന് ഈ പെയിൻറ്റിൻ്റെ പാഠം നന്നായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കണം. കാണാതെ പഠിക്കണം എന്നല്ല ഞാൻ പറയണത്, വായിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. ഒരു 13 പോയിന്റോളം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം ഇത്രയാണ് നമുക്ക് ഇപ്പോൾ പെയിൻറ്റിൻ്റെ ഇതിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് നമുക്ക് വാർണിഷാണ് വരുന്നത്. വാർണിഷും ഡിസ്റ്റംബറും. വാർണിഷ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ, എന്താണ് വാർണിഷ്. അപ്പോൾ പെയിൻറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, പെയിൻറ്റ് അപ്ലൈ ചെയ്യുന്ന സ്ഥലങ്ങൾ എവിടെയാണെന്ന് പറഞ്ഞു, അതിലുള്ള പെയിൻറ്റിങ്ങിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു, അതെങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യുന്നത്, അതിൻ്റെ ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞതാണ്. അടുത്ത് വാർണിഷാണ്. വാർണിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ, നമ്മൾ മരത്തിൻ്റെ ഒക്കെ മുകളിൽ അടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രിസർവേറ്റീവ്സ് ആണ് വാർണിഷ് എന്ന് പറയുന്നത്. അതായത് വുഡിനെ സംരക്ഷിക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രിസർവേറ്റീവ്സ് ആണ് എന്ത്, വാർണിഷ് എന്ന് പറയുന്നത്. നിറമില്ലാത്ത ദ്രാവകമായ വാർണിഷ് ആൽക്കഹോളിലോ ഓയിലിലോ ടർപ്പൻറ്റൈനിലോ റെസിൻ ചേർത്ത ലായനിയാണ്. മരത്തിൽ വാർണിഷ് തേക്കുന്നത് കൊണ്ട് താഴെ പറയുന്ന ഗുണങ്ങളുണ്ടാകുന്നു. എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് വാർണിഷ് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്നത്? പ്രതലത്തിൽ നല്ല തിളക്കം കിട്ടുന്നു, പെയിൻറ്റിനെ സംരക്ഷിക്കുന്നു, വാതിൽ, ജനൽ, മേൽപ്പുര, മറ്റ് പെയിൻറ്റ് ചെയ്യാത്ത മരഭാഗങ്ങളെ സംരക്ഷിക്കുന്നു. അതായത് നമ്മൾ കൂടുതലറിയാം വാർണിഷ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു വുഡിൻ്റെ മുകളിലാണ്. ആ തേക്കുന്നതിലൂടെ എന്ത് കിട്ടുന്നുണ്ട്, നല്ല രീതിയിൽ നല്ല സ്മൂത്തായിട്ടുള്ള നല്ല തിളക്കമുള്ളൊരു സർഫസ് നമുക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ പെയിൻറ്റിനെ സംബന്ധിച്ച് ഇതിൻ്റെ മുകളിൽ നമ്മൾ പെയിൻറ്റ് അടിക്കുന്നുണ്ടെങ്കിൽ ആ പെയിൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ആർക്ക് പറ്റും, നമ്മുടെ വാർണിഷിന് പറ്റും. വാതിൽ, ജനൽ, മേൽപ്പുര, മറ്റ് പെയിൻറ്റ് ചെയ്യാത്ത മരഭാഗങ്ങളെ സംരക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. വാതിൽ, ജനല, മേൽപ്പുര അങ്ങനെയുള്ള ഏരിയാസുകൾ അവിടെയൊക്കെ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വാർണിഷിൻ്റെ ഉപയോഗം തന്നെ അതൊരു പ്രിസർവേറ്റീവ്സ് ആണ്. വുഡിനുണ്ടാകുന്ന ഡിഫക്റ്റുകളെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിസർവേറ്റീവ് ആണ് എന്തെന്ന് പറയുന്നത്, വാർണിഷ് എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ വാർണിഷിൻ്റെ ഗുണങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ഘടകങ്ങളും ഒക്കെയാണ് പറയുന്നത്. അത് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്, നല്ല ഒരു പെയിൻറ്റിന് ഉണ്ടായിരിക്കേണ്ട നമ്മൾ പെയിൻറ്റ് അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇപ്പം നമ്മളോട് പറഞ്ഞത്. എത്ര ഒരു 13 പോയിന്റുകൾ പറഞ്ഞു അല്ലേ. 13. അതിൽ ഒന്നാമത്തെ എന്തായിരുന്നു, ബ്രഷ് നമുക്ക് 2 മണിക്കൂർ നേരം പുതിയ ബ്രഷ് ആണെങ്കിൽ വെള്ളത്തിലിട്ട് വെച്ച് നന്നായി ഡ്രൈ ആക്കിയതിന് ശേഷം വേണം അപ്ലൈ ചെയ്യാൻ. അതുപോലെ റെഡി മിക്സർ ആണെന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ തന്നെ നമ്മളത് ഉപയോഗിക്കണം. അതില്ലെങ്കിൽ അത് വായുമായിട്ട് സമ്പർക്കത്തിൽ വന്നു കഴിഞ്ഞാൽ അത് കട്ട പിടിക്കാനായിട്ട് ഇടയാകുന്നു. അതുപോലെ പെയിൻറ്റിങ് ചെയ്യുന്ന സമയത്ത് 3 കോട്ടായിട്ട് വേണം, പ്രൈമറി കോട്ട്, അതുപോലെ അണ്ടർ കോട്ട് അല്ലെങ്കിൽ സെക്കൻഡ് കോട്ട്, ഫിനിഷിംഗ് കോട്ട്, അങ്ങനെ 3 കോട്ടുകളായിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. പിന്നെ ബ്രഷിനേക്കാളും കുറച്ചുകൂടെ നല്ലത് സ്പ്രേ പെയിൻറ്റിങ് ആണെന്ന് നമ്മളോട് പറയുന്നു. പിന്നെ എന്താ പറയണത്, നമ്മൾ പുതിയ മരത്തിൽ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ പുതിയ അയേൺ അല്ലെങ്കിൽ സ്റ്റീൽ ഒബ്ജക്റ്റ് ഒരു മെറ്റീരിയൽസിൽ ചെയ്യുമ്പോഴും പിന്നെന്താ പറയണത്, പഴയ ഇരുമ്പിൽ ചെയ്യുമ്പോഴും
അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അടുത്ത നെക്സ്റ്റ് 2-3 പോയിന്റുകളിലായിട്ട് നമ്മളോട് പറയുന്നത്. അത് നല്ല രീതിയിലൊന്ന് വായിച്ച് മനസ്സിലാക്കി വയ്ക്കണം. പിന്നെ നമ്മൾ 2 പുതിയ വാക്കുകൾ നമ്മൾ പഠിച്ചു, നോട്ടിങ്ങും സ്റ്റോപ്പിങ്ങും അല്ലേ. നോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്, അതായത് പുതിയ മര പെയ്യുന്നതിന് മുമ്പായിട്ട് പ്രതലത്തിൽ ചെറിയ ചെറിയ അടയാളങ്ങൾ അടച്ചെടുക്കാനായിട്ട് അത് അടച്ചെടുക്കണം. ആ അടച്ചെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോട്ടിങ് എന്ന് പറയുന്നത്. സ്റ്റോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഈ നോട്ടിങ് കഴിഞ്ഞിട്ടുള്ള ആ പ്രതലം നന്നായി ഉരച്ച് നല്ല രീതിയിൽ അതിനെ ബോർഡുമായിട്ട് അല്ലെങ്കിൽ ആ എന്താണോ ഒബ്ജക്റ്റ് അതുമായിട്ട് നല്ല രീതിയിൽ സിങ്ക് ആക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാൻഡ് പേപ്പർ പോലെയുള്ള, അതായത് നല്ല ഉരച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള പേപ്പറുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നോട്ടിങ്ങും സ്റ്റോപ്പിംഗ് എന്ന് പറയുന്ന 2 പുതിയ വാക്കുകൾ നമ്മളിന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ നോട്ടിങ് 3 തരത്തിലാണെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്, സൈസ് നോട്ടിങ്, അതുപോലെ തന്നെ പാറ്റൻറ്റ് നോട്ടിങ്, അതുപോലെ തന്നെയാണ് ലൈം നോട്ടിങ്. ഇങ്ങനെ 3 രീതിയിലാണ് നമുക്ക് എന്തുള്ളത്, നോട്ടിങ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ പറയുന്നുണ്ട് പഴയ മരം പെയിൻ്റ് അടി. ഈ ക്വസ്റ്റ്യൻസ്, അതായത് പുതിയ മരത്തുമ്മ പെയിൻ്റ് അടിക്കുന്ന രീതിയും പഴയ മരത്തുമ്മ പെയിൻ്റ് അടിക്കുന്ന രീതിയും, അതുപോലെ തന്നെ പഴയ സ്റ്റീൽ വർക്കിൽ നമ്മൾ ഇരുമ്പ് അയണിലോ നമ്മൾ പെയിൻ്റ് അപ്ലൈ ചെയ്യുന്നതും, ഇനി അതായത് ആ പുതിയതിലും പഴയതിലും വരുന്ന അങ്ങനെ ഈ 4 പോയിന്റുകളും ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വച്ചേക്കുക, നമുക്കത് ആവശ്യം വരും. പിന്നെ നമ്മൾ ലോഹങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ട് ചെയ്യണം. ഗ്രീസോ ഓയിലോ അഴുക്കൊക്കെ ഇല്ലാണ്ട് അതൊക്കെ ചെയ്യണം. പിന്നെ മൺപാത്രത്തിൽ, ഗ്ലാസ് പാത്രത്തിൽ ലായനി ഗാൽവനൈസ്ഡ് അയണിൽ 12 മണിക്കൂർ പുരട്ടി അത് കറുപ്പ് നിറമാകുമ്പോഴാണ് നമ്മൾ അതിൽ എന്ത് ചെയ്യുന്നത്, പെയിൻറ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇട്ട് നമ്മളൊരു 10-13 പോയിന്റുകളോളം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മ വരുന്ന പോയിന്റുകൾ ഞാനിപ്പോൾ 2-3 വട്ടം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അതിനാണ്. നിങ്ങൾക്ക് അതപ്പോൾ കുറച്ചുകൂടെ ഒന്ന് നല്ല രീതിയിൽ മനസ്സിൽ നിൽക്കുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ നിൽക്കില്ല, അത് മറന്നു പോകും. കാരണം നമ്മളിത് കഴിഞ്ഞാൽ